മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതികായനും എൻസിപി നേതാവുമായ ശരത് പവാർ ഏപ്രിലിൽ നടക്കാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായി ശിവസേന വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത്. തന്റെ 85-ാം വയസ്സിൽ പ്രായം കണക്കിലെടുത്ത് ഇത്തവണ രാജ്യസഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന് പവാർ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ സഞ്ജയ് റാവത്തിന്റെ പുതിയ പ്രസ്താവന എൻസിപി ശരത് പവാർ വിഭാഗം നിഷേധിച്ചില്ല. നിലവിലെ സാഹചര്യത്തിൽ ശരത് പവാർ രാജ്യസഭയിലേക്ക് തിരിച്ചുവരുന്നത് വലിയ രാഷ്ട്രീയ സൂചനകളാണ് നൽകുന്നത്. എൻസിപിയുടെ രണ്ട് വിഭാഗങ്ങളും ഒന്നിക്കുന്നില്ലെങ്കിൽ പവാർ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കരുതെന്നാണ് പവാർ പക്ഷത്തെ മിക്കവരുടെയും അഭിപ്രായം. 10ഓളം MLA-മാർ മാത്രമുള്ള പവാറിന്റെ പാർട്ടിക്ക് എങ്ങനെ രാജ്യസഭയിലേക്ക് ജയിക്കാം എന്നതാണ് പ്രധാന ചോദ്യം. അതേസമയം ഇന്ന് നടത്തുന്ന എൻസിപി MLA-മാരുടെ യോഗത്തിൽ ഉപമുഖ്യമന്ത്രി സുനേത്ര പവാർ പങ്കെടുക്കും. അജിത് പവാറിന്റെ മരണശേഷം ആദ്യമായാണ് വിശദമായ പാർട്ടി യോഗം നടക്കുന്നത്. MLA-മാരെ സുനേത്ര വ്യക്തിപരമായും കാണും. പാർട്ടിയുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ, ശരത് പവാർ വിഭാഗവുമായുള്ള ലയനം എന്നിവ സംബന്ധിച്ച് ഓരോരുത്തരുടെയും മനസ്സറിയുകയാണ് ലക്ഷ്യം. പാർട്ടി MLA-മാരിൽ പലരും ശരത് വിഭാഗവുമായി ലയിക്കണമെന്ന അഭിപ്രായമുള്ളവരാണ്. അതുവഴി അജിത് പവാറിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. എന്നാൽ മുതിർന്ന നേതാക്കളായ പ്രഫുൽ പട്ടേൽ ഉൾപ്പെടെയുള്ളവർ നിലവിലുള്ള സ്ഥിതി തുടർന്നാൽ മതിയെന്ന പക്ഷക്കാരാണ്. ലയിച്ചാൽ പാർട്ടിക്ക് മേൽ തങ്ങൾക്കുള്ള നിയന്ത്രണം നഷ്ടപ്പെടുമെന്നും ശരത് പവാർ ഉൾപ്പെടെ പിരിമുറുക്കുമെന്നുമാണ് പട്ടേൽ അടക്കമുള്ളവരുടെ ആശങ്ക. നേരത്തെ 2 NCP വിഭാഗങ്ങളും ലയിക്കുമെന്നും മഹാരാഷ്ട്രയുടെ ചുമതല അനന്തരവൻ അജിത് പവാറിനും ഡൽഹിയിലെ ചുമതല മകൾ സുപ്രിയ സുലെയ്ക്കും കൈമാറി ശരത് പവാർ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്നും തീരുമാനിച്ചിരുന്നു. ഫെബ്രുവരി 12-ന് ലയനം നടക്കേണ്ടിയിരുന്നതായിരുന്നു. എന്നാൽ അജിത് പവാറിന്റെ അപ്രതീക്ഷിത മരണം ഈ പദ്ധതികളെല്ലാം തകിടം മറിച്ചു. ഇതോടെ 2 വിഭാഗങ്ങളും 2 വഴിക്ക് നീങ്ങുകയും ലയനം മാറ്റിവെക്കുകയുമായിരുന്നു. അജിത് പവാറിന്റെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ ഭാര്യയെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി നിയമിച്ചു. ഇതോടെ ഈ വിഭാഗം NDAയുടെ ഭാഗമായി തന്നെ തുടരുമെന്ന് ഉറപ്പായി. തന്റെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ ശരത് പവാർ ഒരിക്കലും BJPയുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടില്ല. അതേസമയം അജിത് പവാറിന്റെ മരണം ഒരു ഗൂഢാലോചനയുടെ ഫലമാണെന്നും അതിൽ ഉന്നതതല അന്വേഷണം വേണമെന്നും പവാറിന്റെ കൊച്ചുമകൻ രോഹിത് പവാർ ആവശ്യപ്പെട്ടിരുന്നു.